ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് എനിക്ക് പല്ല് തേച്ചിട്ടില്ല, പല്ല് തേക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഹോം ടൂറും കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഇത്തിരി നൈറ്റിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി മെസ്സായിട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ട് ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആസ് യൂഷ്വൽ മോർണിംഗ് ഞാൻ നേരത്തെ എണീറ്റു, അതാ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ ഞാനൊരു 8:30 9 ആ ടൈമിലൊക്കെ എണീക്കാറ്. പക്ഷെ ഞാനിന്ന് 6:30 എണീറ്റു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല, ഞാൻ ഒട്ടും കംഫർട്ടില്ല, റൂമിലിരുന്ന് മാത്രമേ സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ, പുറമേ വന്നിട്ട് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കലൊന്നുമില്ല എന്നൊക്കെ. സോ ഞാൻ ഇന്ന് കരുതി എൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. സോ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതായത് പുറത്ത് വന്നിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒന്നുകൂടി ഒരു ഫർദർ എന്നെ ഒന്ന് പുഷ് ചെയ്തിട്ട് ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. പ്രോബബിളി ഇന്നലെ അലമ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം ഞാൻ എന്തോ ഒരു ഒത്തിരി ഒട്ടും സെക്യൂർഡ് അല്ലാത്ത പോലെ തോന്നാം, എന്തോ ഒരു ഇത് തോന്നാം. അപ്പോൾ രാവിലെ എനിക്ക് ബ്രഷ് ചെയ്തിട്ടില്ല, നേരെ ഇവിടെ വന്നിരുന്നു. നേരെ ഇവിടെ അല്ല, കുറച്ച് നേരമായി കഴിഞ്ഞിട്ട്. ഇപ്പോൾ അറൗണ്ട് ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്തിട്ടില്ല, ബ്രഷ് ചെയ്യണം, ഫുഡ് കഴിക്കണം. പിന്നെ ഉണ്ണികൾ നല്ല ഉറക്കമാണ്. അവരിപ്പോൾ ഉണ്ണികൾ രാവിലെ ഒരു 6:30 അവരെ ബോട്ടിൽ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറൗണ്ട് ഒരു 10 മണി വരെയൊക്കെ നന്നായി ഉറങ്ങിക്കോളും. സോ അതെനിക്കൊരു ഫ്രീ ടൈമാണ്. സാധാരണ ഞാൻ ആ ടൈമിൽ ഞാനും ഉറങ്ങാറുണ്ട്, പക്ഷേ ചേഞ്ചിന് വേണ്ടി നേരത്തെ എണീറ്റു, കാരണം പിന്നെ ടൈം തീരെ കിട്ടാത്ത പോലെയായി. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യും. അയ്യോ, ഉണ്ണി എൻ്റെ കൂടെ ഉണ്ട്, എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതൽ കിടന്ന് ഉറങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ണിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാണ്ടായി. അതെനിക്ക് വലിയതായിരുന്നു. പിന്നെ ഞാനന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ണി ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമൊക്കെ, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. സോ ഞാൻ കരുതി അമ്മ എന്തായാലും മോർണിംഗ് ടൈമിൽ നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ ഉണ്ണിനെ ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് ഒബിയസ്ലി പറ്റില്ല. സോ ഞാൻ കരുതി ഞാൻ ഉറങ്ങാണ്ട് ആ ഒരു ടൈം അവനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കും അവനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. അങ്ങനെ കരുതിയിട്ടാണ് ഇപ്പോൾ നേരത്തെ എണീക്കണത്. അപ്പോൾ അതുപോലെ തന്നെ 6:30 എണീറ്റ് കഴിഞ്ഞാൽ 10 മണി വരെ എനിക്ക് ഉണ്ണിയുടെ കൂടെ ഇരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ പറയാം, ഞാനതൊക്കെ ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും കിട്ടാണ്ട് ഇന്ന് വെറുതെ ഇരിക്കുന്ന ആളാണ് ഞാൻ. സോ എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ പോയിട്ട് ഇനി പല്ലേക്കണം, ടിഫിൻ കഴിക്കണം, ഉണ്ണികളൊന്ന് സെറ്റാക്കണം. പിന്നെ അവരെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരുക്കണം. പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളും, പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ ഹോം ടൂർ കാണിച്ചു തരാം, മഴയില്ലെങ്കിൽ ഹോം ടൂർ കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ. പതിവ് വരി തരണോ? പരത്തി തരണോ? വേണ്ട. അപ്പോൾ ഇന്ന് എനിക്ക് പതിവില്ലാണ്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി തോന്നിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ രാവിലെ ടിഫിന് വേണ്ടിയിട്ട് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കായിരുന്നു. അപ്പോൾ ഹെൽപ്പ് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ നൈസായിട്ട് എന്നെ അവിടെ നാട്ടി വിട്ടു. അപ്പോൾ ഇനി പിന്നെന്താ, അവിടെ ഇവിടെയും തട്ടിമുട്ടി നടക്കുക, അതന്നെ. അങ്ങനെ പിന്നെ കുറേ അങ്ങോട്ട് നടന്നു, കുറേ ഇങ്ങോട്ട് നടന്നു. ഉണ്ണി അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. അവനും അതുപോലെ തന്നെ ഞാൻ എങ്ങോട്ട് തിരിയണോ ആ ദിശയ്ക്ക് അവനും വരും. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ വന്ന് നിൽക്കുകയാണ്. അല്ല, കുറച്ച് നേരമായിട്ട് ഞാൻ പുറത്ത് തന്നെയാണ്, എന്നാലും ഉള്ളിക്ക് പോവാ പുറത്തേക്ക് വരാം, ഉള്ളിക്ക് പോവാ പുറത്തേക്ക് വരാം. അതന്നെയായിരുന്നു രാവിലെ കുറച്ച് നേരത്തിൻ്റെ പരിപാടിയൊക്കെ. പിന്നെ ഇപ്പം എന്താ കാണിക്കണേന്നുള്ളത് എനിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഷോ ഇറക്കാൻ ശ്രമിക്കണതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ കാട്ടിയിട്ടും ആ തള്ള വൈബ് മാത്രം വിട്ടു പോകുന്നില്ല. പിന്നെ പതിവ് പോലെ കുറേ നേരം ക്യാമറയിൽ നോക്കി ഇളിച്ച് കാണിക്കുന്നുണ്ട്, കുറേ നേരം എന്നെ തന്നെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ പല്ല് നോക്കുന്നുണ്ട്. പല്ലിൻ്റെ കേസൊന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ രാത്രി പെയ്ത മഴയിൽ നമ്മുടെ അവിടെ തെങ്ങിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് പിന്നെ ഹോം ടൂർ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കുറച്ചെടുത്തുള്ളൂ, ബാക്കി ഞാൻ ഉച്ചയ്ക്ക് ശേഷം എടുക്കാമെന്ന് കരുതി, നല്ല വെയിൽ വരുമ്പോൾ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ
പിന്നെ മറന്നുപോയി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ സിറ്റിംഗ് ഏരിയ. ഇവിടെ തന്നെയാണ് നമ്മൾ ഇരിക്കലും TV കാണലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ റോട്ടിക്ക് നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഹാള്. ഡൈനിങ് ഏരിയയും സിറ്റിംഗ് ഏരിയ ഒക്കെ ഒരുമിച്ചിട്ടാണ് നമ്മുടെ ഹാൾ ഉള്ളത്. അവിടെ നമുക്ക് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ കുറയൊന്നുമില്ല. ഹാളിൽ തന്നെയാണ് നമുക്ക് എല്ലാ റൂമിലേക്കും പോകാൻ പറ്റുക. കിച്ചണിലേക്കായാലും റൂമുകളിലേക്കായാലും വർക്ക് ഏരിയ അല്ലാതും നമുക്ക് ഹാളിൽ തന്നെയാണ് നമുക്ക് വഴികളുള്ളത്. പിന്നെ നമുക്ക് ഈ സിറ്റിംഗ് ഏരിയയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, മുകളിലേക്ക് സ്റ്റെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു റൂമാണ്. ഇതായിരുന്നു എൻ്റെ റൂം. ഇപ്പം എൻ്റെ ബ്രദറാണ് യൂസ് ചെയ്യണത്. അവൻ്റെ റൂമിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ണികളൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെയല്ല ഹോം ടൂർ ചെയ്യാമെന്ന് എനിക്കറിയാം. ഇത് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടലാണ്. നല്ല വെയിലുള്ളൊരു ദിവസം ഞാൻ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എടുത്തരാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ലോക്ക് ചെയ്ത റൂമില്ല, അവിടെയാണ് ഉണ്ണികളൊക്കെ കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ കെമിക്കൽ പീലിംഗ് ചെയ്യാമെന്ന് കരുതി. ഞാൻ മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പേടിയാണ് ചെയ്യുന്നത്, കാരണം ഉണ്ണികൾക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണതാണല്ലോ. പക്ഷേ ഞാനിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കുറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കെമിക്കൽ പീലിംഗ് ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പിൽഗ്രീമിൻ്റെ കെമിക്കൽ പീലിംഗ് ആണ്. ഇത് ഞാൻ സെക്കൻഡ് ടൈം ആട്ടോ യൂസ് ചെയ്യണത്. ബ്രസ്റ്റ് ഫീഡിങ് കുറഞ്ഞോന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഉണ്ണികളായിട്ട് ഇപ്പോൾ കൂടുതൽ ഫോർമുലയാണ് കുടിക്കുന്നത്. അവർക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. ഈവൻ ഇഫ് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ പോലും അവർക്ക് ഫോർമുല കൊടുത്താൽ അവർ കരച്ചിൽ നിൽക്കണുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഇത് എൻ്റെ ഉണ്ണികളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. മിക്ക ആൾക്കാരും ഇപ്പോൾ ഫോർമുല യൂസ് ചെയ്യണ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതായിരിക്കും കൂടുതൽ താല്പര്യം. പിന്നെ കെമിക്കൽ പീലിംഗ് എന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റർ ആക്കാനും, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവണ പോഴ്സ് ഇല്ലേ അതൊക്കെ ഒന്നും കൂടി ചെറുതാവാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങനത്തെ സ്പോട്സ്, ആക്നി സ്പോട്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആവാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ കെമിക്കൽ പീലിംഗ് ചെയ്യണത്. നമ്മൾ മന്ത്ലി ട്വൈസ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. 15 days ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യണത്. രാവിലെ മാത്രമായിരുന്നു ഇത്തിരി വെയിലുണ്ടായിരുന്നത്, പിന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ പോയി കുളിച്ചൊക്കെ വന്നു. പിന്നെ ചേട്ടൻ വന്നിരുന്നു. ചേട്ടൻ വന്നിട്ട് പിന്നെ നമ്മളൊരു സന്ധ്യയായി കഴിഞ്ഞപ്പോൾ, നമ്മൾ സന്ധ്യയല്ല ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണിയായിട്ടൊന്നും പുറത്ത് പോകാമെന്ന് കരുതി. അധികം ദൂരത്തേക്കൊന്നല്ല, ഞാൻ പഠിച്ചിരുന്ന എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നല്ല ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ണിക്കൊന്ന് ഓടിക്കളിക്കാന്ന് കരുതിയിട്ടാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ മഴ പെയ്തിട്ട് ഫുള്ള് ചെളിയും വെള്ളമൊക്കെയാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ അധികം സംസാരം ഉണ്ടാവില്ല, കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ മ്യൂട്ടാവും. അങ്ങനെയാണ് ഞാൻ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. പട്ടിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീഴോ 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 വീഴും 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 വീഴും. പള്ളും കയറായിരുന്നു, പക്ഷെ എന്തോ ക്ലോസ്ഡ് ആണ്, അടച്ചിട്ട് കൊടുക്കാം. കളിക്കുന്നിടത്തേക്ക് പോണേ. അയ്യോ വലിയ മഴ വരുന്നു.